ഹലോ മക്കളെ, നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ബേസിക് സയൻസിലെ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആസിഡുകളും ബേസുകളും അല്ലേ, ആ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ മാത്രമല്ല, നമ്മുടെ ചാനലിൽ നിരവധിയായ മറ്റു വീഡിയോകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് USSന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാവുന്നതാണ്. ഷുവറായിട്ടും പ്രതീക്ഷിക്കാവുന്ന കുറേ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ നേരെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം, ചെമ്പരത്തിപ്പൂവ് വെളുത്ത കടലാസിൽ ഉരച്ച ശേഷം ഉണക്കിയെടുക്കുന്നു. ഇതുപയോഗിച്ച് ഏതിൻ്റെയൊക്കെ ആസിഡ് ബേസ് സ്വഭാവം തിരിച്ചറിയാൻ സാധിക്കും? അപ്പോൾ നോക്കുക, നിങ്ങൾ 4 കാര്യങ്ങൾ: അപ്പക്കാര ലായനി, വിനാഗിരി, മോര്, സോപ്പ് വെള്ളം. നമ്മൾ ചെമ്പരത്തിപ്പൂ ഉരച്ച വെളുത്ത ആ ഒരു കടലാസ് അല്ലേ, വെളുത്ത കടലാസിൽ ഉരച്ചാൽ എന്താ കിട്ടുക? ഒരു ചുവന്ന കളറിലുള്ള ഒരു പേപ്പറാണ് ലഭിക്കുക. അതെന്താണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആസിഡ് ബേസ് സ്വഭാവം ഏതിൻ്റെയൊക്കെ തിരിച്ചറിയാമെന്നാണ് ചോദിക്കുന്നത്. അപ്പക്കാര ലായനിയാണോ, വിനാഗിരിയാണോ, മോരാണോ, സോപ്പ് വെള്ളമാണോ? 4 ഓപ്ഷനുകൾ ശ്രദ്ധിക്കുക. അതിൽ ഓരോന്നും വ്യത്യസ്തമായ രീതിയിൽ നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് വിനാഗിരി അല്ലേ. ഒന്നതാണ്, നമുക്ക് വിനാഗിരിയുടെ ആസിഡ് ബേസ് സ്വഭാവം തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ മോരിൻ്റെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ബിയും സിയും വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ, ഓപ്ഷൻ ബി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ കണക്ട് ചെയ്താണ് ഓരോ ചോദ്യങ്ങളും പഠിക്കേണ്ടത്. അടുത്ത ചോദ്യം, ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ഏതൊക്കെയാണ്? കഞ്ഞിവെള്ളം, വിനാഗിരി, സോപ്പ് വെള്ളം, നാരങ്ങ നീര്, ഉപ്പുലായനി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്ന ആരാണ്? ബേസ് സ്വഭാവമുള്ള ഒരാളായിരിക്കും അല്ലേ. അങ്ങനെയെങ്കിൽ താഴെ നൽകിയിട്ടുള്ള കഞ്ഞിവെള്ളം, വിനാഗിരി, സോപ്പ് വെള്ളം, നാരങ്ങ നീര്, ഉപ്പുലായനി, ഇതിൽ ഏതാണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നത്? തീർച്ചയായും എന്താണ്? സോപ്പ് വെള്ളം അല്ലേ. എന്താണ്? സോപ്പ് വെള്ളം. റെഡിയാണല്ലോ. അടുത്ത ചോദ്യം, നിറമില്ലാത്ത ഒരു സൂചകം വിനാഗിരിയിൽ ചേർത്തപ്പോൾ നിറം മാറ്റം ഉണ്ടായില്ലെങ്കിലും ചുണ്ണാമ്പ് വെള്ളത്തിൽ ചേർത്തപ്പോൾ പിങ്ക് നിറമുണ്ടായി. സൂചകം ഏത്? പതിമുഖം, ലിറ്റ്മസ്, മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ. അതായത് നിറമില്ലാത്തൊരു സൂചകമുണ്ട്, അത് വിനാഗിരിയിൽ ചേർത്ത സമയത്ത് എന്ത് ചെയ്തു? നിറമൊന്നും മാറിയിട്ടില്ല. വിനാഗിരിയിൽ ചേർത്ത സമയത്ത്. ചുണ്ണാമ്പ് വെള്ളത്തിൽ ചേർത്ത സമയത്ത് എന്ത് ചെയ്തു? അത് പിങ്ക് നിറമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സൂചകം ഏതാണ്? തീർച്ചയായും ഫിനോഫ്തലിൻ, ഓപ്ഷൻ ഡി. റെഡി. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ആസിഡിൽ ചേർത്താൽ എന്താകും, ബേസിൽ ചേർത്താൽ എന്താകും, അല്ലെങ്കിൽ നമ്മൾ ലിറ്റ്മസ് പേപ്പർ മുക്കുന്ന സമയത്ത് നിറമാറ്റം ഉണ്ടാകുന്ന സമയത്ത് അത് ഏതാണ് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കണം. കാരണം ഈ ഒരു മാർക്കുകളൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇവിടുന്ന് പോയി വിടരുത്. വിട്ടുപോകരുത്. ഓക്സാലിക് ആസിഡ്, സിട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ് ഇവ അടങ്ങിയ വസ്തുക്കൾ യഥാക്രമം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഓക്സാലിക്, സിട്രിക്, കാർബോണിക്. നാരങ്ങ, തക്കാളി ജലം, തക്കാളി സോഡ വാട്ടർ മോര്, ആപ്പിൾ, നാരങ്ങ, മാങ്ങ, തക്കാളി, നാരങ്ങ, സോഡ വാട്ടർ. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യത്യസ്തമായ ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ പച്ചക്കറികൾ ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ആസിഡുകൾ ഏതാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആദ്യമേ പഠിച്ചു വെക്കണം കേട്ടോ. അതൊന്ന് നിരന്തരമായിട്ട് കഴിഞ്ഞ വർഷവും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ശരിയായുള്ള ഉത്തരം ഏതാണ്? ഒന്ന് നോക്കാം അല്ലേ. ഓക്സാലിക് ആസിഡ്, സിട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ് ഇവ അടങ്ങിയ വസ്തുക്കൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? തക്കാളി, നാരങ്ങ, സോഡ വാട്ടർ. തക്കാളിയിൽ ഓക്സാലിക് ആസിഡ് ആണ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ് ആണ്, കാർബോണിക് ആസിഡ് സോഡ വാട്ടറിലാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക. ഓക്കെ. അടുത്ത ചോദ്യം, മാർബിൾ കഷ്ണങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. മാർബിൾ കഷ്ണങ്ങൾ ആസിഡിലിട്ടാൽ ലഭിക്കുന്ന വാതകത്തിൻ്റെ സ്വഭാവം ചുവടെ നൽകുന്നു. മാർബിൾ കഷ്ണങ്ങൾ ആസിഡിലിട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? സ്വയം തീ പിടിക്കും, തീ കെടുത്താൻ സഹായിക്കും, തീ കെത്താൻ സഹായിക്കും, ഇവയൊന്നുമല്ല. അപ്പോൾ മാർബിൾ കഷ്ണങ്ങൾ നമ്മൾ ആസിഡിലിട്ട് വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ
ആ ഒരു മാർബിൾ കഷ്ണവും ആസിഡ് കൂടി റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അടുത്ത ചോദ്യം, ഇതൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക കേട്ടോ, നേരിട്ടൊന്നും ചോദിക്കില്ല. അടുക്കളയിൽ നിന്ന് ഒരു പൊടി കയ്യിൽ പുരണ്ട ശേഷം സോപ്പ് ഉപയോഗിച്ച് കഴുകിയ സമയത്ത് ചുവന്ന നിറം ലഭിച്ചു. നമ്മുടെ അടുക്കളയിൽ പോയ സമയത്ത് എന്തൊരു പൊടി കയ്യിലായി, ഇത് പുരണ്ട ശേഷം നമ്മൾ എന്ത് സോപ്പ് ഉപയോഗിച്ച് കഴുകിയ സമയത്ത് ചുവന്ന നിറം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും കയ്യിൽ പുരണ്ട ആ ഒരു പദാർത്ഥം? 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, മഞ്ഞൾ, അപ്പക്കാരം, ബീട്രൂട്ട്, പൊടിയുപ്പ്. അപ്പോൾ നോക്കുക, മഞ്ഞളും സോപ്പും കൂടി കൂടിയാലാണ് എന്ത് ചെയ്യുക, ചുവന്ന നിറം ലഭിക്കുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് പോയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു കുട്ടിക്ക് ബലൂൺ സ്വയം ഉയർന്നു പൊങ്ങി. ഓക്കെ, ഉയരത്തിൽ പറക്കാനുള്ള ഒരു വാതകം നിർമ്മിക്കണം. ഏതൊക്കെ പദാർത്ഥങ്ങൾ ചേർത്താലാണ് ഈ വാതകം ലഭിക്കുക? അപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, സ്വയം ഉയർന്നു പൊങ്ങുന്ന ഒരു ബലൂൺ നിർമ്മിക്കുകയാണ്. അപ്പോൾ ഏത് പദാർത്ഥം അല്ലെങ്കിൽ ഏത് വാതകം നിർമ്മിച്ചാലാണ്, ബലൂണിൽ നിറച്ചാലാണ് അത് ഉയർന്ന് പൊന്തുക എന്നാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുക, വിനാഗിരിയും മാർബിളുമാണോ, നാരങ്ങാ നീരും ചുണ്ണാമ്പുമാണോ, സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണോ, അല്ലെങ്കിൽ പഞ്ചസാരയും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണോ? ഓക്കെ, അപ്പോൾ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യണം, ബലൂൺ സ്വയം ഉയർന്നു പൊങ്ങുന്ന രീതിയിൽ നിർമ്മിക്കണമെങ്കിൽ നമ്മൾ തയ്യാറാക്കേണ്ട എന്താണ്, സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും. എന്താണ് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും? നമുക്കറിയാം ഒരു മെറ്റലും ആസിഡും കൂടി ചേർന്നാൽ എന്തുണ്ടാകും, അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഉണ്ടാവുക. ഹൈഡ്രജൻ ഗ്യാസ് നമുക്ക് എന്ത് ചെയ്യാം, ബലൂണിൽ നിറച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? യെസ്, റെഡിയാണല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് നോക്കി. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതിലാണ് ഫോർമിക് ആസിഡ് കാണപ്പെടുന്നത്? ഓക്കെ, ഫോർമിക് ആസിഡ് ആപ്പിളിൽ, ഉറുമ്പിൻ്റെ ശരീരത്തിൽ, വിനാഗിരിയിൽ, നാരങ്ങാനീരിൽ. ഇതിൽ ആപ്പിൾ, ഉറുമ്പിൻ്റെ ശരീരം, വിനാഗിരി, നാരങ്ങാനീര്, ഇവ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ആസിഡുകൾ നമ്മൾ പഠിച്ചതാണ്. ഉറുമ്പിൻ്റെ ശരീരത്തിലാണ് ഫോർമിക് ആസിഡ് ഉള്ളത്. റെഡിയാണല്ലോ. അടുത്ത ചോദ്യം, ജലത്തിൽ നിറമില്ല, ചുണ്ണാമ്പ് ലായനിയിൽ പിങ്ക് നിറം, വിനാഗിരിയിൽ നിറമില്ല, ഏതായിരിക്കും സൂചകം? ജലത്തിൽ എന്തില്ല, നിറമുണ്ടാവില്ല. ചുണ്ണാമ്പ് ലായനിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചേർത്ത സമയത്ത് പിങ്ക് നിറം കിട്ടി. വിനാഗിരിയിൽ ചേർത്ത സമയത്ത് നിറമില്ല, ഏതായിരിക്കും ആ സൂചകം? ചുവന്ന ലിറ്റ്മസ്, മീഥൈൽ ഓറഞ്ച്, ചെമ്പരത്തിച്ചാറ്, ഫിനോഫ്തലിൻ. ഓക്കെ, ഉത്തരം ഫിനോഫ്തലിൻ. അപ്പോൾ ജലത്തിൽ നിറമില്ല എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്. ചുണ്ണാമ്പ് ലായനിയിൽ പിങ്ക് നിറം എന്ന് പറഞ്ഞാൽ എന്താ, ചുണ്ണാമ്പ് ലായനിയിൽ ചേർത്ത സമയത്ത് എന്ത് ചെയ്തു, ചുണ്ണാമ്പ് ലായനി നമുക്കറിയാം എന്താണ്, ബേസാണ്. ബേസിൽ ഫിനോഫ്തലിൻ ചേർത്താൽ എന്ത് ചെയ്യും, പിങ്ക് നിറം ലഭിക്കും. ഈ ഫിനോഫ്തലിൻ ആസിഡിൽ ചേർത്താൽ, അതായത് വിനാഗിരിയിൽ ചേർത്താൽ എന്ത് ചെയ്യില്ല, നിറം ലഭിക്കില്ല. ഉത്തരം ഓപ്ഷൻ ഡി, ഫിനോഫ്തലിൻ. റെഡിയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കട്ടെ, ഞാൻ പറയുന്ന പോലെ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത്. ബീട്രൂട്ട് ലായനിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ബീട്രൂട്ട് ലായനി ആസിഡിൽ പിങ്ക്, ബേസിൽ വയലറ്റ്. ആസിഡിൽ വയലറ്റ്, ബേസിൽ പച്ച കലർന്ന മഞ്ഞ. ആസിഡിൽ പച്ച കലർന്ന മഞ്ഞ, ബേസിൽ പച്ച. ആസിഡിലും ബേസിലും വയലറ്റ്. ഓക്കെ, അപ്പോൾ ബീട്രൂട്ട് ലായനിയിൽ സംബന്ധിച്ച് എന്താണ്, ഒന്ന് ആസിഡിൽ വയലറ്റ് നിറം, ബേസിൽ പച്ച കലർന്ന നിറം. ഇതാണ് ബീട്രൂട്ട് ലായനിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. റെഡിയാണല്ലോ. അപ്പോൾ നിങ്ങൾ കുറേ സൂചകങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പഠിച്ചു പോകുന്ന സമയത്ത് മാറിപ്പോകരുതെന്നാണ് പറയാനുള്ളത്. അച്ചാറുകൾ കൂടുതൽ കാലം കേടുവരാതിരിക്കുന്നത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് പാത്രത്തിൽ സൂക്ഷിച്ചാലാണ്? ഗ്ലാസ്, ചെമ്പ്, അലുമിനിയം, ഓട് അല്ലെങ്കിൽ വെങ്കലം. ഓക്കെ, അച്ചാറുകൾ ഏത് പാത്രത്തിൽ സൂക്ഷിച്ചാലാണ് കൂടുതൽ കാലം നമുക്ക് അത് സംരക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കുക? ഉത്തരം ഗ്ലാസ് പാത്രത്തിലാണ്. ഓക്കെ, ഗ്ലാസിൻ്റെ പാത്രത്തിൽ, ഗ്ലാസിൻ്റെ ജാറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ബേസുകളുടെ ഉപയോഗത്തിൽ പെടാത്തത്, നമ്മൾ ബേസുകളുടെയും അതേപോലെ ആസിഡുകളുടെയും ഉപയോഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബേസുകളുടെ ഉപയോഗത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കുന്ന സമയത്ത് സോപ്പ് നിർമ്മാണം, സെറാമിക് പാത്ര നിർമ്മാണം, ഔഷധ നിർമ്മാണം, ബാറ്ററി നിർമ്മാണം. ഇതിൽ ബേസുകളുടെ ഉപയോഗത്തിൽ പെടാത്തത് ഏതാണ്? ഉത്തരം യെസ്, നമ്മൾ ബാറ്ററി നിർമ്മാണത്തിന് നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ? ആസിഡുകൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, അമ്ലമഴ ഉണ്ടാകാൻ ഒട്ടും സാധ്യതയില്ലാത്ത വാതകം ഏത്? അപ്പോൾ
നമ്മൾ ഏത് വാതകം ഉപയോഗിച്ചാലാണ് അമ്ലമഴ, നിങ്ങൾക്ക് അറിയാം എന്താണ് അമ്ലമഴ എന്നുള്ളത് അല്ലേ. നമുക്ക് ഇവിടുന്ന് മുകളിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് ആസിഡായിട്ട് ആസിഡിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, മഴയും കൂടെ പെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അത് അമ്ലമഴ, ആസിഡ് റെയിൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ താഴെ അമ്ലമഴ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, നൈട്രിക് ഓക്സൈഡ് ആണോ, സൾഫർ ഡയോക്സൈഡ് ആണോ? ഓക്കെ, ഏതാണ്? യെസ്, ഉത്തരം കാർബൺ മോണോക്സൈഡ്, CO അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ എന്താണ് നൈട്രിക് ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ എന്ത് ചെയ്യും, അമ്ലമഴ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാതകങ്ങളാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് നിങ്ങൾ ഓർത്ത് വയ്ക്കാം. അലക്കുകാര ലായനി അല്ലേ, അലക്കുകാര ലായനിയിൽ ഫിനോഫ്തലിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം ഏത്? ചുവപ്പ്, പിങ്ക്, നീല, ഓറഞ്ച്. മക്കളെ ഏതാടാ അലക്കുകാര ലായനിയിൽ ഫിനോഫ്തലിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം? യെസ്, ഉത്തരം പിങ്ക് നിറം. റെഡി. ദെൻ ബേസുകളെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ബേസുകളെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? സാർവിക സൂചകം ചേർത്താൽ ഗാഢതയ്ക്കനുസരിച്ച് മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറം കാണിക്കുന്നു. സാർവിക സൂചകം ചേർത്താൽ നീല നിറം കാണിക്കുന്നു. സാർവിക സൂചകം ചേർത്താൽ ഗാഢതയ്ക്കനുസരിച്ച് പച്ച, നീല, വയലറ്റ് നിറം കാണിക്കുന്നു. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ നീല നിറം കാണിക്കുന്നു. അപ്പോൾ ഇതിൽ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നാ പറയാം. ഓക്കെ, അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? യെസ്, ഓപ്ഷൻ എ. ഓർത്ത് വയ്ക്കുക, ഓപ്ഷൻ എ. സാർവിക സൂചകം ചേർത്താൽ ഗാഢതയ്ക്കനുസരിച്ച് മഞ്ഞയോ ചുവപ്പോ അല്ലെങ്കിൽ ഓറഞ്ചോ നിറം കാണിക്കുന്നവയാണ് ബേസുകളുടെ തെറ്റായ പ്രസ്താവന. ഓക്കെ, ബാക്കിയുള്ള നോക്കുക. ബാക്കിയുള്ള 3 നിങ്ങൾ നോക്കിയാൽ എന്താണ്? സാർവിക സൂചകം ചേർത്താൽ എന്ത് ചെയ്യും, നീല നിറം ലഭിക്കുന്ന ആരാണ്? ബേസുകളാണ്. സാർവിക സൂചകം ചേർത്താൽ ഗാഢതയ്ക്കനുസരിച്ച് പച്ച, നീല, വയലറ്റ് നിറം ലഭിക്കുന്നത് ആരാണ്? ബേസുകളാണ്. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നത് ആരാണ്? ബേസുകളാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന, സാർവിക സൂചകം ചേർത്താൽ ഗാഢതയ്ക്കനുസരിച്ച് മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറം കാണിക്കുന്നവ ബേസുകളല്ല. റെഡിയാണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം. ഒരു തുള്ളി ഫിനോഫ്തലിൻ ചേർത്ത വളരെയധികം നേർത്ത സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിലേക്ക് ഒരു സ്ട്രോ ഉപയോഗിച്ച് തുടർച്ചയായി കുറച്ച് സമയം ഊതിയാൽ ഉണ്ടാകുന്ന നിറം മാറ്റം ഏതാണ്? ഓക്കെ, നോക്കുക. പിങ്ക് നിറം നഷ്ടപ്പെട്ട് ലായനി തെളിയുന്നു. തെളിഞ്ഞ ലായനിക്ക് പിങ്ക് നിറം ലഭിക്കുന്നു. ലായനിയുടെ പിങ്ക് നിറം മാറി മഞ്ഞയായി മാറുന്നു. നിറമില്ലാത്ത ലായനിക്ക് പാൽ നിറം ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ഏതാണ് ശരിയായ ഈ ഒരു പ്രസ്താവന? ഓക്കെ, ഇവിടെ പിങ്ക് നിറം മാറി എന്ത് ചെയ്യുന്നു, ആ ലായനി തെളിയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടേക്ക് പോകുന്നത്. മനസ്സിലായല്ലോ? ദെൻ ഫിനോഫ്തലിൻ ചേർത്താൽ പിങ്ക് നിറം വരാത്ത ലായനി ഏതാണ്? ചാരം ചേർത്ത ലായനി അല്ലെങ്കിൽ ചാരം ചേർത്ത വെള്ളം, നാരങ്ങ വെള്ളം, സോപ്പ് വെള്ളം, അതേപോലെ ചുണ്ണാമ്പ് വെള്ളം. ഫിനോഫ്തലിൻ ചേർത്താൽ പിങ്ക് നിറം വരാത്തത് ഏതാണ്? ഓക്കെ, ഉത്തരം നാരങ്ങ വെള്ളം. കാരണം നാരങ്ങ വെള്ളത്തിൽ സിട്രിക് ആസിഡ് ആണുള്ളത്. ആസിഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഫിനോഫ്തലിൻ ചേർത്താൽ എന്ത് ചെയ്യില്ല, പിങ്ക് നിറം ലഭിക്കില്ല. ബാക്കിയുള്ളതൊക്കെ നോക്കുക നിങ്ങൾ, ബേസുകളാണ്. റെഡി. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നോക്കാം. മുട്ടത്തോട് വിനാഗിരിയിൽ ഇട്ടാൽ ഉണ്ടാകുന്ന വാതകം ഏത്? മുട്ടത്തോട് വിനാഗിരിയിൽ ഇട്ടാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ മുട്ടത്തോട് വിനാഗിരിയിൽ ഇട്ടാൽ ഉണ്ടാകുന്ന വാതകം ഏത് എന്നാണ് ചോദ്യം. നമുക്കറിയാം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാൽഷ്യം കാർബണേറ്റ് ആണ് മുട്ടത്തോട്. ഇത് വിനാഗിരിയിൽ ഇട്ടാൽ എന്താ ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങൾ നോക്കുക, ഈ ഒരു ചോദ്യം അവസാനത്തെ ചോദ്യമാണ് മക്കളെ. നിങ്ങൾ ഈ ഒരു ചോദ്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിലായിട്ട് ഇട്ട് തന്നാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? യെസ്, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ശരി ഉത്തരമാണെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് തരും. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് മാർബിൾ കഷ്ണങ്ങളും തമ്മിൽ രാസപ്രവർത്തനം നടക്കുന്ന ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി കാണിച്ചാൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, അതിലോട്ട് നമ്മൾ മാർബിൾ കഷ്ണങ്ങൾ ഇട്ടു, ഈ രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഈ ഒരു വാതകം പുറത്തോട്ട് വരും.
ആ വാതകത്തിലോട്ട് തീപ്പെട്ടിക്കൊള്ളി കാണിച്ചാൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഓപ്ഷൻ എ ആളിക്കത്തും, ടപ്പ് എന്ന ചെറിയ പൊട്ടൽ ശബ്ദമുണ്ടാകും, നീല നിറത്തിൽ കത്തും, തീ അണയും. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, ഇവിടെ ഉണ്ടാവുന്നത് ഓക്സിജൻ ആണോ ഹൈഡ്രജൻ ആണോ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നല്ല വൃത്തിയായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ കുറേ അധികം ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സമയമെടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വിശദീകരണങ്ങളൊക്കെ ആവശ്യമുള്ളിടത്ത് തന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബാക്കിയുള്ള ആളുകളിലേക്കും എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വീഡിയോ കണ്ട എല്ലാവർക്കും, എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.